ഈജിപ്തിലെ രണ്ടാമത്തെ ദിവസം സുബ്ഹി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള പള്ളിയിലേക്ക് പോകുന്നതാണ്. ഇവിടുത്തെ പള്ളികളിലൊക്കെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, എത്ര പഴയ പള്ളികളാണെങ്കിലും അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ വളരെ ക്ലാസിക്കലായിട്ടുള്ള കൊത്തുപണികളും ഡിസൈനുകളുമൊക്കെ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ്. പഴയ രീതിയിലുള്ള മിമ്പറും മിഹ്റാബും ഒക്കെയാണ് എല്ലാ പള്ളികളിലും കാണാൻ സാധിക്കുന്നത്. പുറത്തു നിന്നുള്ള പള്ളിയുടെ കാഴ്ചയും അങ്ങനെ തന്നെയാണ്. പ്രവേശന കവാടത്തിലും മിനാരത്തിലുമൊക്കെ ആ ഒരു ക്ലാസിക്കൽ ഡിസൈൻ നമുക്ക് കാണാൻ കഴിയും. അബ്ബാസിയക്ക് അടുത്തുള്ള അബ്ദുബാഷ എന്നുള്ള സ്ട്രീറ്റിലാണ് ഞാൻ താമസിക്കുന്നത്. ഇത് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു പണി തീർന്നിട്ടില്ലാത്ത ഒരു ഹോസ്പിറ്റൽ കെട്ടിടമാണ്, തിബ ഹോസ്പിറ്റൽ. പ്രഭാതത്തിലെ അബ്ദുബാഷ സ്ട്രീറ്റ് ഇങ്ങനെയാണ്. തലേന്ന് രാത്രി ഉറങ്ങാൻ കുറേ ലേറ്റ് ആയതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വെള്ളിയാഴ്ചയാണ്, പള്ളിയിൽ പോകുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് ഉറങ്ങണം. നന്നായി ഉറങ്ങി എണീറ്റു ജുമുഅക്ക് വേണ്ടി പോവുകയാണ്. നേരത്തെ സുബ്ഹി നിസ്കരിക്കാൻ പോയ അതേ പള്ളിയിൽ തന്നെയാണ് ജുമുഅക്ക് പോകുന്നത്. ഇതൊക്കെ ഇവിടെ ഈ കോംപ്ലക്സിലെ ശുചീകരണ തൊഴിലാളികളാണ് ഈ ഇടത് ഭാഗത്ത് കാണുന്നത്. ഇവിടുത്തെ പള്ളികളിലൊക്കെ ജുമുഅക്ക് മുമ്പ് ഖുർആൻ ഉച്ചത്തിൽ പാരായണം ചെയ്യുന്ന ഒരു രീതിയുണ്ട്. നമുക്ക് ഇങ്ങനെ ചുറ്റുവട്ടത്തു നിന്നുള്ള പള്ളികളിൽ നിന്നൊക്കെയുള്ള പാരായണം ഇങ്ങനെ കേൾക്കാൻ കഴിയുന്നുണ്ട്. ഈ റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് മഴ പെയ്തത് കൊണ്ടല്ല. തലേന്ന് രാത്രി ഇവിടെ തൊട്ടടുത്ത് ഒരു കെട്ടിടത്തിൻ്റെ വാർപ്പ് നടന്നിരുന്നു. അതുകൊണ്ട് അവർ വെള്ളം റോഡിലേക്ക് ഒഴുക്കി വിട്ടതാണ്. സുബ്ഹിക്ക് നമ്മൾ പോയ അതേ പള്ളി തന്നെയാണ്, അതേ പ്രവേശന കവാടവും മിനാരവും ഒക്കെയാണ് ഇപ്പോൾ ഈ കാണുന്നത്. എല്ലാ നാട്ടിലെയും പള്ളികളിൽ കാണുന്നത് പോലെ ഭിക്ഷാടനത്തിന് വേണ്ടി ചില സ്ത്രീകളൊക്കെ ഇവിടെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് വുളു എടുക്കാനുള്ള സ്ഥലമാണ്. പഴയ പള്ളി ആയതുകൊണ്ട് തന്നെ മെയിൻ്റനൻസിലും വൃത്തിയുടെ കാര്യത്തിലൊക്കെ അതിൻ്റേതായ പോരായ്മകളും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നമ്മൾ കേൾക്കുന്ന ഈ ഖുർആൻ പാരായണം ശരിക്കും തൊട്ടപ്പുറത്തുള്ള ഒരു വലിയ പള്ളിയുണ്ട്, റഹ്മാനുർ റഹീം എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ നിന്നുള്ള ഖുർആൻ പാരായണം ഓഡിയോ പ്രോംപ്റ്റിംഗ് വഴി ഈ പള്ളിയിലേക്ക് കേൾപ്പിക്കുന്നതാണ്. ജുമുഅ കഴിഞ്ഞ് ഒരു സ്ട്രീറ്റ് വാക്കിന് ഇറങ്ങിയതാണ്. ഒരു കഴുത വണ്ടിയൊക്കെ കാണുന്നുണ്ട്. നമ്മുടെ ഒരു പഴയ കാലത്തെ ഒരു 10-20 വർഷം മുമ്പത്തെയൊക്കെ ഒരു മുംബൈ സ്ട്രീറ്റ് പോലെയൊക്കെയാണ് എനിക്കിവിടെ അനുഭവപ്പെടുന്നത്. പഴയ കാറുകളും അത്ര തന്നെ വൃത്തിയിലൊന്നും മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലാത്ത സ്ട്രീറ്റുകളും നല്ല ഹോണടി ശബ്ദങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിലേക്ക് ഒരു സ്ട്രീറ്റ് പോലെ തന്നെ, നമ്മുടെ ബാംഗ്ലൂർ അല്ലെങ്കിൽ മുംബൈ സ്ട്രീറ്റിലൂടെയൊക്കെ പോകുന്ന ഒരു അനുഭവം തന്നെയാണ് ഇതിൽ നടക്കുമ്പോഴും അനുഭവപ്പെടുന്നത്. ഇവിടുത്തെ ആളുകൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമ്മോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന, താല്പര്യമുള്ള ആളുകളാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യക്കാരാണെന്ന് പറയുമ്പോൾ ഇവർക്ക് വല്ലാത്തൊരു സ്നേഹമാണ്. മുതിർന്ന തലമുറയിൽപ്പെട്ട ആളുകളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിന്നാണെന്ന് പറയുമ്പോൾ അവർ ആദ്യം ചോദിക്കുന്നത് അമിതാഭ് ബച്ചനെ കുറിച്ചാണ്. എന്നാൽ യങ് ജനറേഷൻ കുട്ടികളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ യുവാക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ ഷാറൂഖ് ഖാനെയും അമീർ ഖാനെയും സൽമാൻ ഖാനെ കുറിച്ചൊക്കെയാണ് ചോദിക്കുന്നത്.
എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഇവർ ബോളിവുഡിൻ്റെ ഒരു ഫാൻസാണ്. ആ ഒരു ഇഷ്ടം അവർ ഇന്ത്യക്കാരെന്ന നിലക്ക് നമ്മോടും കാണിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. സ്ട്രീറ്റുകളിലൂടെ നടക്കുമ്പോൾ ഈ തെരുവ് നായ്ക്കളുടെ ശല്യം വല്ലാത്ത ശല്യമാണ്. നമുക്കതൊരു ശല്യമായിട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഇവിടുത്തെ ആളുകൾക്ക് അതൊരു പ്രശ്നമേ അല്ല. അത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് തെരുവ് നായ്ക്കളെ അവർ കാണുന്നത്. നിർത്തിയിട്ട കാറിൻ്റെ മുകളിലൊക്കെ നായ്ക്കൾ ഉറങ്ങുന്നത് നമുക്ക് സാധാരണയായിട്ട് കാണാൻ കഴിയും. ചില കാറിൻ്റെ മുകൾ ഭാഗമൊക്കെ ഈ നായ്ക്കൾ ചാടിയിട്ടാണെന്ന് തോന്നുന്നു, അതൊക്കെ ഇങ്ങനെ അടിയിലേക്ക് പ്രസ്സായി പോയി ഒരു കുഴിയായതുപോലെയൊക്കെ കാണാൻ കഴിയും. പക്ഷേ എന്നിരുന്നാലും ഇവർ ഈ നായ്ക്കളോട് വളരെ സ്നേഹത്തിലാണ്. ഇവർ നായ്ക്കൾക്ക് ഭക്ഷണം കൊടുത്തും. നമ്മുടെ നാട്ടിൽ തെരുവ് നായ്ക്കളൊരു ശല്യമായി കാണുന്നത് പോലെ ഇവർ കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ഹോസ്പിറ്റലിൻ്റെ കെട്ടിടം. ഇത് ഹോസ്പിറ്റൽ പണി തീർന്നിട്ടില്ല, തിബ ഹോസ്പിറ്റൽ എന്നാണ് അതിൻ്റെ പേര്. പക്ഷേ അത് പ്രവർത്തനം തുടങ്ങിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ നടക്കുമ്പോഴാണ് ഞാനൊരു കാക്കയെ ശ്രദ്ധിച്ചത്. നമ്മുടെ നാട്ടിലെ കാക്കകളെ പോലെയല്ല ഇവിടുത്തെ കാക്കകൾ. ഒരു പ്രത്യേക തരം നിറം, ഒരു ചുവപ്പോട് കൂടിയ ചാര നിറം അവരുടെ കഴുത്തിന് ചുറ്റും വയറിൻ്റെ അടിഭാഗത്തൊക്കെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഒന്നുകൂടി വലിപ്പം കൂടിയ ഒരു കാണാൻ നല്ല ഭംഗിയുള്ള ഒരു തരം കാക്കകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഞാൻ കുറേ നേരം ആ കാക്കയെ തന്നെ വീഡിയോ എടുത്തുകൊണ്ട് നിന്നു. ഇത് ഇവിടുത്തെ ഒരു എൻജിനീയറിംഗ് കോളേജാണ്. പക്ഷേ വെള്ളിയാഴ്ച ആയതുകൊണ്ടായിരിക്കും ആരെയും പുറത്തൊന്നും കാണുന്നില്ല, ഗേറ്റൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തെരുവ് നായ്ക്കളുടെ ഒരു കൂട്ടം ഇവിടെ കാണാൻ കഴിയും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ റഹ്മാനുർ റഹീം ജുമാ മസ്ജിദ്. ഇവിടേക്ക് മഗ്‌രിബ് നിസ്കരിക്കാനാണ് ഇപ്പോൾ പോകുന്നത്. ഈ പള്ളിയിൽ നിന്നുള്ള ഖുർആൻ പാരായണമാണ് നേരത്തെ ജുമാ സമയത്ത് ആ ചെറിയ പള്ളിയിലേക്ക് ഓഡിയോ പ്രോംപ്റ്റിംഗ് വഴി നമ്മൾ കേട്ടിരുന്നത്. അപ്പോൾ ഈ പള്ളി വലിയൊരു പള്ളിയാണ്, നല്ല മനോഹരമായ വലിയൊരു പള്ളിയാണ്. അപ്പോൾ ഈ പള്ളി ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹത്താലാണ് വൈകിട്ട് ഇവിടത്തേക്ക് ഇന്ന് മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടി വന്നത്. ഇതാണ് ഇതിൻ്റെ പ്രവേശന കവാടം. ഞാൻ അവിടെ എത്തുമ്പോൾ ഒരു ആംബുലൻസിൽ 2 മയ്യത്തുകൾ അവിടെ കൊണ്ടുവന്നു മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. ഇത് 2009 പണി കഴിഞ്ഞ പുതിയൊരു പള്ളിയാണ്. പുതിയ പള്ളിയാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ക്ലാസിക്കലായിട്ടുള്ള കൊത്തുപണികളും അലങ്കാരങ്ങളും ഒക്കെ ഇതിൻ്റെ നിർമ്മിതിയിലും നിർമ്മാണത്തിലും നമുക്ക് കാണാൻ കഴിയും. വളരെ വിശാലമായ വലിയ വലിയ തൂണുകളുള്ള നല്ല അലങ്കാരങ്ങളൊക്കെയുള്ള വലിയൊരു പള്ളിയാണ് റഹ്മാനുർ റഹീം ജുമാ മസ്ജിദ്. നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങി നോക്കുമ്പോൾ നേരം അത്യാവശ്യം ഇരുട്ടി തുടങ്ങിയപ്പോൾ ഈ പള്ളിയെ നോക്കുമ്പോൾ വല്ലാത്തൊരു ഭംഗിയിൽ നമുക്കതിനെ കാണാൻ കഴിയും. എല്ലാ ലൈറ്റുകളുമൊക്കെ തെളിയിച്ച് ഒരു സ്വർണ്ണ കൊട്ടാരം കാണുന്നത് പോലെയാണ് അത് നമുക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. തിരിച്ച് ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് നടന്നു പോകുമ്പോൾ ഇവിടെ ഇടത് ഭാഗത്ത് ഒരു ഓഡിറ്റോറിയം ഉണ്ട്. ഇവിടെ ഇന്നൊരു വിവാഹം നടക്കുന്നുണ്ട്. ഇവിടുത്തെ വിവാഹങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത, നമ്മുടെ നാട്ടിലെ പോലെ ഒരുപാട് വിഭവങ്ങളെ കൊണ്ടുള്ളൊരു ആർഭാടമൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. വരനും വധുവൊക്കെ നന്നായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ടാകുമെങ്കിലും വിവാഹത്തിൻ്റെ വിഭവങ്ങളെന്ന് പറയുന്നത് എന്തെങ്കിലും ജ്യൂസും ചെറിയ രീതിയിലുള്ള സ്നാക്സും ഒക്കെ ഉണ്ടായിരിക്കും. ഈ സമയത്ത് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഫോണിൽ നോക്കുമ്പോൾ ടെമ്പറേച്ചർ കാണുന്നത് 15 ഡിഗ്രിയാണ്. ഇത് റഹ്മാനുർ റഹീം ജുമാ മസ്ജിദിൻ്റെ കുറച്ച് ദൂരെ നിന്നുള്ള കാഴ്ചയാണ്. നേരത്തെ പറഞ്ഞതുപോലെ നല്ല ഭംഗിയുള്ള 2 മിനാരങ്ങളോട് കൂടിയ ഒരു സ്വർണ്ണ കൊട്ടാരം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത് പോലെ നമുക്ക് കാണാൻ കഴിയും.